ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ, അതായത് എൻ്റെ കൂടെ ബിടെക് പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അൽഫിയ എന്നാണ് പേര്. അപ്പോൾ ഇപ്പോൾ 9 മണിയായി. അതുകൊണ്ട് ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ സമയമില്ല. 11:30ക്കാണ് കല്യാണം, പത്തനംതിട്ടയിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനും അനിയനുമാണ് പോകുന്നത്. പിന്നെ കൊട്ടാരത്തിൽ നിന്ന് വേറെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. എല്ലാവരെയും ഇന്നൊന്നും കല്യാണത്തിന് വരത്തില്ലെന്ന് തോന്നുന്നു, കാരണം കുറച്ച് പേര് നാട്ടിലൊക്കെ ഉള്ളൂ. പറ്റുന്നവരുടെയൊക്കെ കണ്ട് ചെറിയൊരു വ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലൂടെ ഞാൻ വേഗം റെഡിയായി പോട്ടെ. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. അങ്ങനെ ഞാൻ റെഡിയായ ഒരു 9:45 കഴിഞ്ഞപ്പോഴും കൊട്ടാരക്കര എത്തിയിരുന്നു. പക്ഷെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് വരാൻ വൈകി ഒരു 10:30 കഴിഞ്ഞു. പിന്നെ പത്തനംതിട്ട ഒറ്റ ബസ്സൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് അടൂർ ബസ്സൊക്കെ കിട്ടി. അപ്പോൾ അടൂർ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പുറത്ത് ഞാൻ കാണിച്ചില്ലേ, ആളാണ് എൻ്റെ കോളേജിലെ ഫസ്റ്റ് ദിവസം കണ്ട ഫസ്റ്റ് ഫ്രണ്ട്, സൂര്യ എന്നാണ് പേര്. പിന്നെ ഞങ്ങളുടെ കൂടെ ബസ്സിൽ അഖിലും ഉണ്ടായിരുന്നു. അഖില് പിന്നെ ബാക്ക് സീറ്റിലൊക്കെ ആയിരുന്നു ഇരുന്നത്, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അടൂർ പോയി ഇറങ്ങിയപ്പോൾ അവിടെ KSRTC സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോഴൊന്നും ബസ്സില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ പോയി ഇറങ്ങി. അവിടെ നിന്ന് ഇതാണ്ട് കുറച്ചങ്ങ് നടന്നാൽ മതിയായിരുന്നു ഓഡിറ്റോറിയത്തിലോട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പത്തനംതിട്ടയിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് തന്നെ വ്ലോഗ് എടുക്കുന്നത്, കാരണം കോളേജിൽ പഠിക്കും വ്ലോഗ് ഒന്നും എടുക്കില്ലായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞതാണ്ട് ഓഡിറ്റോറിയത്തിലെത്തി. ഇത് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തതാണ്, ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പോയിട്ട് വാ, എനിക്കൊന്ന് വീഡിയോ എടുക്കണം എന്ന്. അതാണ് എൻ്റെ വേറൊരു ഫ്രണ്ട്, ഫാത്തിമ എന്നാണ് പേര്. അപ്പോൾ അതാണ്ട് ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് അൽഫിയ. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരുപാടങ്ങ് ഡിസ്റ്റർബ് ചെയ്തില്ല. പിന്നെ കാര്യം കല്യാണപ്പെണ്ണാണല്ലോ, പിന്നെ ചിരിച്ച് പാത്തിന് വയ്യാണ്ടായിട്ടുണ്ട്, ഡ്രസ്സിന്റെ വെയിറ്റ് ആണല്ലോ എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചില്ല. അപ്പോൾ അതേ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത ഭാഗം ഇതായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് കോളേജിൽ പഠിച്ച കുറച്ച് പേര് ഇന്ന് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നാട്ടിലുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം വെളിയിലൊക്കെയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ ഉടനീളം കാണാൻ പോകുന്ന ആളായിരിക്കും ഫാത്തിമ. കാരണം ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. അത് പ്രത്യേകിച്ച് 4th ഇയർ ഒക്കെ ആയപ്പോഴാണ് നല്ലോണം കൂട്ടായത്. അപ്പോൾ അതേ പുറകിൽ ഇപ്പോൾ ഓടി വന്നതാണ് ആര്യ. പിന്നെ വ്ലോഗ് എടുക്കുന്ന കണ്ടപ്പോഴേ അങ്ങ് ഓടിപ്പോയി. പക്ഷെ ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ പിന്നെ എടുത്തായിരുന്നു. ഫാത്തിമ പിന്നെ തലേ ദിവസമേ പറഞ്ഞു നമുക്ക് വ്ലോഗ് എടുക്കണേന്നൊക്കെ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞാനും അനിയനും കൂടെ ദാണ്ട് വെജ് ഫുഡാണ്, ഊണാണ് കഴിച്ചത്. കാര്യം അവിടെ ബിരിയാണിയൊക്കെ നോൺ വെജ് ആയിരിക്കും, അപ്പോൾ ഞാൻ കഴിക്കത്തില്ലല്ലോ, അതുകൊണ്ട് വെജായിരുന്നു ഫുഡ്. അവരെല്ലാം ബാക്കിയുള്ളവരെല്ലാം നോൺ വെജാണ് കഴിച്ചത്. ഫുഡൊക്കെ നല്ലതായിരുന്നു. പരിപ്പുണ്ടായിരുന്നു, സാമ്പാർ, പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻകറി, ചിക്കൻ്റെ അങ്ങനെ എന്തൊക്കെ കറി വന്നു. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും, ഞാനും എന്നും കൂടെയാണ് ഫസ്റ്റ് കഴിച്ചിറങ്ങിയത്. മറ്റെല്ലാം കഴിക്കുവാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഉടനെ ഓടിപ്പോയി ഐസ്ക്രീം വാങ്ങിച്ചു. ഞങ്ങൾക്ക് കിട്ടിയത് വാനിലയാണ്, പക്ഷെ മറ്റവരൊക്കെ വന്നപ്പോഴത്തേക്ക് സ്ട്രോബെറി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് വശത്തോട്ട് പോയി. കാര്യം ഞങ്ങൾ ആദ്യം വന്നപ്പോൾ പോയില്ലായിരുന്നല്ലോ, അപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച ഫ്ലെക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തൊരു പള്ളിയുണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. അപ്പോൾ എല്ലാവരും നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചു. പള്ളിയാണെങ്കിൽ പത്തനംതിട്ടയിൽ ഒരു ഫേമസ് പള്ളിയാണ്. ഇതാണ്ട് ആ കാണുന്ന പള്ളിയിലോട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് നടന്നാൽ മതി. സോ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഞങ്ങൾ അകത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ, അതിന്റെ ടൈമായി. ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു രസമൊക്കെയാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ കയറുന്നത്, അപ്പോൾ അതുകൊണ്ട് ബോറടിക്കത്തില്ലല്ലോ. കയറുന്ന വഴിക്ക് എല്ലാം വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അതാണ്ട് ഈ ഒരു ഫാത്തിമയുണ്ടല്ലോ, എന്നോട് വീഡിയോ എടുക്ക്, ഫോട്ടോ എടുക്കുക. അതാണ്ട് ഫ്രണ്ടിൽ നമുക്കിങ്ങനെ വെട്ടം വരുമല്ലോ സ്റ്റേജിലോട്ട്. വെട്ടം വരുമ്പോൾ നല്ല രസമായിരിക്കും ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കുന്നു പറഞ്ഞ് എടുക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ ചിരിച്ച ആളാണ് അനിനിസി, അതും എൻ്റെ വേറൊരു ഫ്രണ്ടാണ്. ആൾക്ക് വീഡിയോയിലൊക്കെ വരാൻ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ കാണിക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആണെങ്കിലൊക്കെ ഇതൊക്കെ എടുത്ത് കാണാലോ. പിന്നെ അതാണ്ട് ഫാത്തിമ ഇങ്ങനെ ഫോട്ടോയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടോണ്ടിരിക്കുക. എന്താ ചെയ്യാനാന്നേ, ഫാത്തിമ വീഡിയോ കാണുമ്പോൾ എന്തോ വിചാരിക്കും. ഈ ആളാണ് രാഹുലിനെ ഒന്ന് വീഡിയോ എടുക്കാന്ന് വെച്ച് വിളിച്ചതാണ്. എന്നിട്ട് ഇതുകൊണ്ട് എങ്ങോട്ടേക്കോ നോക്കുവാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് സ്റ്റേജിന്റെ മേളിലെത്തി. സ്റ്റേജ് ആണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ ഫോട്ടോ ഇതുവരെ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ താര ഞങ്ങളിങ്ങനെ വട്ടം കൂടിയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ ഫാത്തിമ നമ്മുടെ ഹൈലൈറ്റ് ആയതുകൊണ്ട് പിന്നെയും ഞാൻ ഫാത്തിമ തന്നെ എടുത്തു. പിന്നെ ഞങ്ങൾ സ്റ്റേജിന്റെ മേളിൽ പോയി. ഞങ്ങൾക്ക് കുറെ സെൽഫി ഒക്കെ എടുക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ താഴെ കുറച്ച് ഫോട്ടോ എടുത്തിയാണ്. പിന്നെ മേളിലും വന്ന് എടുക്കണം എന്ന് ആരോ ഓടുന്നു പറഞ്ഞു. മേളിൽ ഭയങ്കര വെട്ടം ഉണ്ടെന്ന്. പക്ഷെ അത്രയ്ക്ക് വെട്ടമൊന്നും ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞ അവിടെ വെട്ടമൊന്നും ഇല്ല എന്ന്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ കുറച്ച് എടുത്തു. അതെടുത്ത് തന്നത് എൻ്റെ സ്വന്തം അനിയനാണ്. പിന്നെ അവിടെ ഗ്രൂപ്പായിട്ട് എടുത്ത ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നോക്കുവാണ് ഞാൻ. പിന്നെ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുവാണല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും നോക്കാൻ പോയില്ല. നമുക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഫോട്ടോസ് ഒക്കെ കിട്ടുമല്ലോ.
പിന്നെ അതാണ്ട് ഞങ്ങൾ പള്ളിയിലോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ആ ടൈമിൽ പള്ളിയിൽ പോയില്ലായിരുന്നു. ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാനാണ് പോയത്. പിന്നെ അതാണ്ട് ഈ പള്ളിയിലെത്തി. ഇവിടെ ഇത് പത്തനംതിട്ടയിലെ ഒരു ഫേമസ് പള്ളിയാണ്, പേരെനിക്ക് അത്ര ഓർമ്മയില്ല. ഞങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കുറേ ഗ്രൂപ്പ് ഫോട്ടോ ഇവിടെ വെച്ചാണ് എടുത്തത്. സെൽഫിയും അങ്ങനെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ മഴ നല്ലതായിട്ട് ചാറുന്നുണ്ട്, അതാണ് എല്ലാവരും ഇങ്ങനെ ഷാളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ മഴയൊക്കെ നനയും, അത്ര വലിയ മഴയൊന്നും ഇല്ലല്ലോ, അങ്ങനെ മഴ നനഞ്ഞു. അല്ലാതെ ഷോൾ ഇല്ലാത്തോണ്ടൊന്നും അല്ല. സമയമൊക്കെ 3 മണിയൊക്കെ ആയി കേട്ടോ. കാര്യം ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങിയാലേ സന്ധ്യക്കെങ്കിലും വീട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഉടനെ അങ്ങ് തിരിച്ചായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവരൊക്കെ ഏതാണ്ട് അഭിനയിക്കുവാണ്, ഭയങ്കര അഭിനയിച്ച് തകർക്കുവാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. ഇനി എപ്പോഴും ഇതേപോലെ കൂടുതലെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഒന്നുകൂടെ ലാസ്റ്റ് ആയിട്ട് വീഡിയോ എടുത്തോളാം. ഇതിലുള്ള ആരോ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എടുത്തതാണ്. ഞങ്ങൾ 8 പേര് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ പിന്നെയും തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ അടൂർ ഇറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. പിന്നെ എനിക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള പോലെ തോന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ 4 വർഷം പഠിച്ചതാണല്ലോ. അപ്പോൾ 4 വർഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഡെയിലി പോയി വരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഥലങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് അത്ര ബോറടിച്ചൊന്നുമില്ല. പിന്നെ കൊട്ടാരക്കര ഇറങ്ങിയപ്പോൾ സൺഡേ ആയിട്ട് പോലും ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. അപ്പോൾ അതാണ്ട് അഖില് പറഞ്ഞു നമുക്ക് ചായയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന്. അപ്പൊ ഇത് സൂര്യൻ, ഇത് അഖിലുമാണ്. അപ്പൊ ഞാൻ എന്റെ വീഡിയോ എടുത്തുന്നത് സൂര്യയാണ്. സൂര്യയുടെ അടുത്ത് ഞാൻ കുറച്ചൊന്നും എടുത്തരണേന്ന് പറഞ്ഞു, പക്ഷെ പാവം നല്ലതായിട്ട് എനിക്ക് വീഡിയോസ് ഒക്കെ എടുത്തു തന്നു. പിന്നെ ഞങ്ങൾ വടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ്ട് വട കഴിക്കുന്ന വീഡിയോ വരെ പാവം എടുത്തു തന്നു. ഞാൻ പറഞ്ഞു നീ കുറച്ച് മതി, കുഴപ്പമില്ല, എന്നിട്ട് നിങ്ങൾ കുടിക്കും കഴിക്കുകയൊക്കെ ചെയ്തോന്ന് പറഞ്ഞു. എവിടെ നിന്ന് സൂര്യ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്ന അവസരം ഞാൻ ലാസ്റ്റ് മതി സൂര്യന് ചായ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തിയത്. പക്ഷെ പാവത്തിനോട് ഞാനൊരു ടാങ്ക് പോലും വീഡിയോ എടുത്തതിന് പറഞ്ഞില്ല. പക്ഷെ ഈ വീഡിയോ സൂര്യ കാണുമ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് പറയുക സൂര്യ താങ്ക് യു, എനിക്ക് നല്ലതായിട്ട് വീഡിയോ ഒക്കെ എടുത്തു തന്നു. ഞാൻ ഇവിടെ ഡെയിലി വ്ളോഗ് ഇടണല്ലോ, അപ്പൊ അതിങ്ങനെ നേരെ വീഡിയോ എടുക്കേണ്ട, അത് എടുക്കുന്നതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി. ഞാനും എൻ്റെ അനിയനും അഖിലും കൊല്ലം ഭാഗത്തോട്ടാണ്, സൂര്യയുടെ വീട് വേറൊരു ഭാഗത്തോട്ടാണ്. അപ്പൊ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇനി എപ്പോഴെങ്കിലും കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ എനിവേ നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ 24 പേരുണ്ടായിരുന്നു ക്ലാസ്സിൽ. പക്ഷെ ഇന്ന് കല്യാണത്തിന് വന്നത് എന്നെയും കൂടെ കൂട്ടി 8 പേരായിരുന്നു. പിന്നെ അൽഫിയെ കൂടെ കൂട്ടി 9 പേരായിരുന്നു. ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടെ ഉള്ളവരെല്ലാം കാണാൻ പറ്റി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് പിന്നെ ആയാലും കാണാം. അപ്പൊ നാട്ടിലില്ലാത്തവർക്കാണെങ്കിലും ഇതൊക്കെ കാണാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു മെമ്മറി ആയിട്ട് നമുക്ക് ഇത് സൂക്ഷിക്കാം. എന്തായാലും നല്ല അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.